നമസ്കാരം. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റ് പോലുള്ള ജോർജ് സോറോസിനെ പോലുള്ള വ്യക്തികളുടെയൊക്കെ കുഴലൂത്തുകാരനായി രാഹുൽ ഗാന്ധി ഭാരതത്തിനുള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നായിരുന്നു. വോട്ട് ചോരി എന്ന പേരിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് വന്ന് പറഞ്ഞതും മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതും ഭാരതത്തിന് പുറത്തു നിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഭാരതത്തെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് എഴുതി തയ്യാറാക്കി കൊടുത്തുവിട്ട കൃത്യമായ PDF-കളായിരുന്നു എന്ന് തെളിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും പാർലമെന്റിനുള്ളിൽ രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങളും ഭാരതത്തിന് എതിരെയുള്ള കാര്യങ്ങളായി മാറുന്നത് സ്ഥിരം കാഴ്ചയാണ്. അതിലൊന്ന്, ഭാരതത്തിന്റെ സായുധ സേനയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നും വീഴുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരം വാക്കുകൾ ഭാരതത്തിനെതിരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാലത്ത് ഡീപ് സ്റ്റേറ്റും അതുപോലെ തന്നെ ജോർജ് സോറോസിനെ പോലുള്ള ഭാരതത്തിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഏജൻസികളുമായിരുന്നു. ഇപ്പോഴത്തെ ഭാരതത്തിനകത്ത് ആ ഏജൻസികളുടെ ഒക്കെ താല്പര്യാർത്ഥം സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ചിന്തിക്കുക, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കേവലം ഒരു പൗരനല്ല, മറിച്ച് ഒരു ജനപ്രതിനിധിയാണ്. കൃത്യമായി പറഞ്ഞാൽ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഭാരതത്തിനകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളെയും നിയന്ത്രിക്കുവാൻ കെൽപ്പുള്ള ഒരു ജനപ്രതിനിധി തന്നെയാണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നുമാണ് രാജ്യത്തിനെതിരായിട്ടുള്ള ദേശവിരുദ്ധപരമായിട്ടുള്ള വാക്കുകളൊക്കെ വീഴുന്നത്. പ്രത്യേകിച്ചും ഭാരതത്തിന്റെ സായുധ സേനയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പല കാര്യങ്ങളും രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നും ഈയിടെയായി സ്ഥിരമായി പുറത്തു വരുന്നുണ്ടെന്നത് ലജ്ജാവഹവും അതുപോലെ തന്നെ പേടിക്കേണ്ടതുമായ ഒരു വസ്തുതയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ പാകിസ്ഥാനകത്ത് കയറി പാകിസ്ഥാന് തക്കതായ മറുപടി നൽകിയ സാഹചര്യം നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോഴും രാഹുൽ ഗാന്ധി പാർലമെന്റിനുള്ളിൽ നമ്മുടെ ഭരണകൂടത്തോട് ചോദിച്ചത് ഭാരതത്തിന്റെ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നാണ്. ഭാരതത്തിലെ ഏതെങ്കിലും ധീരന്മാരായ സൈനികർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്ന് തിരക്കുന്നതിന് മുൻപ് പോലും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചുവോ എന്ന് തിരക്കുവാൻ പോലും തയ്യാറാകാതെ ആദ്യം രാഹുൽ ഗാന്ധി തിരക്കിയത് ഭാരതത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു, എവിടെയെല്ലാം ഭാരതം തോൽവി രുചിച്ചു എന്നുള്ള കാര്യമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഭാരതത്തെ വികസനത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുവാൻ പ്രാപ്തിയുള്ള ബജറ്റ് സമ്മേളനങ്ങൾ പോലും അലങ്കോലമാക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ച കാഴ്ചകളും നമ്മളുടെ മുന്നിലുണ്ട്. ഇപ്പോഴിതാ അമിത് മാളവ്യ പാർലമെന്റിനുള്ളിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഭാരതത്തെ ഇകഴ്ത്തിക്കാട്ടുവാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നതിനെ പൂർണ്ണമായി നിശ്ചിതമായി തന്നെ എതിർത്തുകൊണ്ട് മുൻപോട്ട് വന്നിട്ടുണ്ട്. BJP കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ ശക്തമായി തന്നെ എതിർക്കുന്നുമുണ്ട്. ഇത് പറയുവാൻ കാരണം ഭാരതത്തിനകത്താണ് സത്യത്തിൽ ഭാരതത്തിന്റെ ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ജ്വൽപ്പനങ്ങളിലൂടെ വ്യക്തമാകുന്ന കാര്യമാണ്. നേരത്തെ ജോർജ് സോറോസ് എഴുതിയ തിരക്കഥയും അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റ് തയ്യാറാക്കിയ തിരക്കഥയും കൃത്യമായി രാഹുൽ ഗാന്ധിയിലൂടെ ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുവാൻ ഈ ഏജൻസികൾക്ക് സാധിച്ചിരുന്നു. എങ്ങനെയെങ്കിലും വോട്ട് ചോരി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വോട്ട് കട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുവാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾ, അത് രാഹുൽ ഗാന്ധിയിലൂടെ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തതും നമ്മൾ കണ്ടതാണ്. ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ വിഷയങ്ങളെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത്. അതായത് ഭാരതത്തിന്റെ സായുധ സേന അടങ്ങുന്ന ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം വൻ പരാജയമാണ് എന്നുള്ള തരത്തിൽ ഒരു അപകീർത്തി സൃഷ്ടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യാജ വാർത്ത പടച്ചെടുക്കുവാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്തായാലും ശരി, ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം ദൃഢമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ സൈനികരുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ, അവരുടെയൊക്കെ ജീവനെടുത്ത നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളയാൻ ശ്രമിച്ച പാകിസ്ഥാൻ ചാരന്മാരെ അവരുടെ വീട്ടിൽ കയറി, അവരുടെ അടുക്കളയിൽ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം, ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനം അതിനെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി വളർന്നിട്ടില്ല എന്ന് തന്നെ.